ഓ, കഴിഞ്ഞില്ല ഇതുവർക്കും പണി. നേരം വെളുത്തപ്പോ കയറിയതാണല്ലോ അടുക്കളയില്. ഓ, ഇതാരൊന്നും ചെയ്യാത്തതുപോലെ. നേരെ ഉച്ചയാവുന്നു, ബാക്കി ജോലി ഇവിടെ കിടക്കുക. വെക്കലും കുടിക്കലും എന്തൊക്കെ ആയത്. ജോലിയെല്ലാം കഴിഞ്ഞുമ്മാ, അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി പുറത്തുള്ള ജോലികൾ മാത്രമേ ഉള്ളൂ. ഓ, എന്ത് വേണമെങ്കിലും വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല ഒരു സാധനം. ഒന്നിനൊരു രുചിയുമില്ല. പിന്നെ ഒക്കെ വാരി തിന്നുന്നത് മാത്രമേ ഉള്ളൂ. ഒരു മീനിട്ട കറിയും എന്തെങ്കിലും പച്ചക്കറി വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും, എന്നിട്ട് ഓരോന്നിനൊരു പേര്. ഗതികേടുകൊണ്ട് വാരി തിന്നുക. എന്നമ്മ ഒരു കാര്യം ചെയ്യും, അടുക്കളയിലെ പണിയെല്ലാം ഉമ്മ നോക്കിക്കോ, ഞാനും കൂടെ സഹായിക്കാം. കറികളും ഒക്കെ ഉമ്മ വെച്ചോ, ബാക്കി ജോലിയൊക്കെ ഞാനും ചെയ്തോളാം. വായിക്ക് രുചിയായിട്ട് കഴിക്കാമല്ലോ അപ്പൊ. ഓ പിന്നെ, ഇനി ഞാൻ ഈ വയസ്സായ കാലത്ത് ഇനി അടുക്കള കയറി നിന്ന് എനിക്കൊക്കെ ഞാൻ വെച്ച് വിളമ്പി തരാവിടി. എന്നിട്ട് നിന്നെ ആ കസലപ്പുറത്തേന് ഇരുത്താൻ ഞാന്. ഓ, ഒരുപാട് വെച്ച് വിളമ്പി എല്ലാവർക്കും കൊടുത്തതാ ഞാൻ. എല്ലാം ഒരു ചമ്മന്തി അരച്ചാലും നല്ല രുചിയാ. എന്തായാലും എന്റെ മോക്ക് ആ കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവൾ അവിടെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നു. ഓ, ഒരു ചമ്മന്തി അരച്ചാല ഇതൊരു ചായ ഇട്ടാ പോലും ഒരു എന്താ പറയാ, അങ്ങ് വാട്ടവെള്ളം പോലെ കുടിക്കും ഓരോ കാര്യങ്ങള്. അപ്പൊ ഞാൻ അടുക്കള കയറി പരിപാലിച്ച് എനിക്ക് അതുകൂടെ തരാം, അതാകുമ്പോ എനിക്ക് സുഖമായല്ലോ. ഓ, എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുന്നു. നാളെ പോലെ അങ്ങ് വേറാനെന്ന്. അതെ, ഇവിടെ ഇങ്ങനെ കുറ്റി അടിച്ച പോലെ നിക്കാതെ പിന്നെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞല്ലോ, പോയി ആ തുണിയെല്ലാം ഒന്ന് കഴുകിയിട്ടിട്ട് ആ പുറവശത്ത് കുറെ ആ വിറക് കിടപ്പുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഉണങ്ങി കിടക്കുമെന്ന് തോന്നുന്നു. അതൊക്കെ ഒന്ന് കൊത്തി കീറി വെയിലത്തോട്ടിട്ട് ചെല്ല്. വിറക് ഞാൻ കീറാനോ? അതത്രയോ? ഞാൻ കീറിയാലൊന്നും ശരിയാവില്ല അമ്മ. ഒന്നെങ്കിൽ ആരെങ്കിലും വിളിച്ച് നിർത്തി ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ നിൽക്കുന്ന ദിവസം പറയാം നമുക്ക്. അപ്പൊ കുറച്ച് കീറുമല്ലോ. ഇവിടുത്തെ കോടാലി ആണെങ്കിൽ ഒന്ന് പൊക്കാൻ പോലും പറ്റത്തില്ല, അതിട്ട് ഞാനിത് കീറുന്നത്. ആഹാ, നീ ആള് കൊള്ളാമല്ല. ഓ, ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വരുന്ന എന്റെ മോനെ കൊണ്ട് ഇനി അവിടെ കിടക്കാനും വിറകും കൂടെ എനിക്ക് കീറിക്കണം അല്ലേ? എനിക്കിവിടെ എന്താ പണി? 3 പേർക്ക് ഏതാണ്ട് ഇച്ചിരി ചോറും കറിയും വെച്ചുണ്ടാക്കുന്നത്, അത് വായി വെച്ച് കൂട്ടാനോ കൊള്ളില്ല, അത് പോട്ടെ. എന്നിട്ട് ഈ കഷ്ടപ്പെട്ട് വരുന്ന ചെറുകനെ കൊണ്ട് ഇനി വിറകും കൂടെ കീറിക്കണം അല്ലേ? ഓ, അപ്പോഴും സുഖം എനിക്ക് തന്നെയാണല്ലോ. ഒരു കറിയും ഒരു ചോറും മാത്രം വെച്ച് ഇവിടെ തുണിയും കഴുകി ഇടണം, പിന്നെ മൂക്കറ്റം തിന്നും, എന്നിട്ട് വല്ല കട്ടിലേ പോയിട്ട് കിടന്ന് അങ്ങ് സുഖമായിട്ട് ഉറക്കം. അപ്പോഴും സുഖം എനിക്ക് തന്നെയല്ലേ? കൊള്ളാം. അതെ, വലിയ പാടൊന്നുമില്ല. ഈ പണിയൊക്കെ ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള. നീ പോയി ആ തുണിയെ കൊണ്ട് കഴുകിയിട്ട് വിറകെ കൊണ്ട് കുത്തി കീറി ചെല്ല്. അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇക്കാക്ക ഇരിക്കുമ്പോ ചെയ്യിക്കാന്. പുറത്തുനിന്ന് ഒരാളെ വിളിക്കുമ്പോൾ കൊടുക്കണം കൂലി. ഓ, കുറച്ചേ കൊത്തി ഇട്ടാ മതി, എല്ലാം കൂടെ മൊത്തത്തോടെ ഒന്ന് കീറിടാൻ പറഞ്ഞില്ല. നല്ല വെയിലുണ്ട്. ചെല്ല്. എന്താന്നിരിക്കുന്നു. എന്തൊക്കെയെന്ന് കറി വെച്ചത് നോക്കട്ടെ. മീൻകറി, അവിയല്, മീനും വറുത്ത് വെച്ചിട്ടുണ്ട്. തലും കറിക്കൊക്കെ നല്ല ടേസ്റ്റ്. പക്ഷേ കറിയൊന്നും കൊള്ളാന്നോ രുചിയുണ്ടെന്നൊക്കെ പറഞ്ഞ പിന്നെ അവള് പിന്നെ മേളിലായിരിക്കും. സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞേക്കാ തിന്ന. ആരത്? ആ ആ നീയാ? ബാ. എന്തുവാ, പണിയൊക്കെ കഴിഞ്ഞാ? പണിയെല്ലാം കഴിഞ്ഞ് അവളെ ഒതുക്കിയിട്ട് അങ്ങോട്ട് പോയി. ഞാൻ പിന്നെ ഇങ്ങോട്ടൊന്ന് വന്നേ ഉള്ളൂ. നീ ഇരിക്കും. നിന്റെ മരുമോൾ എന്തേ? അവിടെ കാണുന്നില്ലല്ലോ. ഓ, ഉണ്ട്, പുറത്തങ്ങാണ്ട് കാണണം. അവള് തുണി കഴുകാനങ്ങാണ്ട് പോയെന്ന് തോന്നുന്നു. എന്താടി? ഓ, ഒന്നുമില്ല, കണ്ടില്ല പെണ്ണിനെ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളു. പിന്നെ 2 ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരു മരിപ്പം ഉണ്ടായിരുന്നെന്ന്. എൻ്റെ ഒരു കൊച്ചുമാടെ മോളാ മരിച്ചതെന്ന്. കൊച്ചുമാടെന്ന് പറയുമ്പോൾ വലിയ അടുപ്പും ബന്ധമൊന്നും ഇല്ലടി. വിളിയോ പറച്ചിലോ അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ എന്തോ ഒരു ബന്ധത്തിലുള്ളതാണ്. അപ്പൊ ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം കണ്ട് ഒരു 6-7 മാസമായി. അപ്പൊ അമ്മായിമ്മയ്ക്കെതിരെ കേസ് കൊണ്ട് കൊടുത്ത്, പീഡന കേസൊന്നും പറഞ്ഞുകൊണ്ട്. അയ്യോ, അതെന്തിനാ? ഇപ്പൊ ഒരു ഫാഷനാന്നല്ലോ.
ഭർത്താവ് വീട്ടിലെ പീഡനം സഹിക്കാൻ വയ്യാതെ പെൺപിള്ളേർ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോ അമ്മായിമ്മയാണ്, അമ്മായിമ്മയുടെ പീഡനം സഹിക്കാൻ അമ്മായിമ്മയുടെ ക്രൂരത സഹിക്കാൻ വയ്യാതെ പെണ്ണ് ചെയ്ത പരിപാടിയാണ്. കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലതാ. ഇങ്ങനെയൊക്കെ ചില അമ്മായിമ്മമാരുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആ പെണ്ണിട്ട കഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു ഇരിക്കാൻ പോലും നേരമില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ആ പെണ്ണങ്ങനെ ചെയ്തത് കൊണ്ട് ഇപ്പം കേസിൽ നടക്കുക. ഉമ്മായും മോനും ഒക്കെ ഇപ്പം ഒളിവിലാന്നാ പറയുന്നത്. പാവം, കഷ്ടമായിപ്പോയി. എന്തിനാന്ന് ഞാനും വിചാരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അമ്മായിമ്മ പോരെന്ന് പറഞ്ഞാൽ അന്ന് ഇങ്ങനത്തെ വാഗൊണ്ടൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ദേഹോപദ്രവങ്ങളൊന്നും കാണത്തില്ല. അത് പണ്ടുള്ളവർ അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പം ഒരുപാട് പീഡനങ്ങളാണ് ആ മരുമക്കളടുത്ത് ചെയ്യുന്നത്. ആ മരുമക്കൾ മാത്രമല്ല, അമ്മായിമ്മയും പിന്നെന്താണ് അമ്മായിമ്മയോടും ഈ ദുഷ്ടതരം കാണിക്കുന്ന മരുമക്കളും ഉണ്ട്. പുറത്ത് പറയും അമ്മായിമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അറിയാം അമ്മായിമ്മ എടുത്തിട്ട് അലക്കുന്നേ കാണുന്നു. അതും എനിക്കറിയാം. അങ്ങനെയുണ്ട്. എന്തിനാ മരുമക്കളെ സ്വന്തം മക്കളെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ വരുന്ന മരുമക്കൾ സ്വന്തം ഉമ്മയെ പോലെ കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവരൊന്നും ആലോചിക്കുന്നില്ല. ഇവർക്ക് എന്തൊക്കെയോ വൈരാഗ്യം തോന്നുന്ന ചില മരുമക്കൾ എങ്ങനെയെങ്കിലും അമ്മായിമ്മയെ സ്നേഹിച്ചാലും അമ്മായിമ്മമാർക്ക് എന്നും മരുമക്കളാണ്. അവര് മോന്റെ കൂടെ ചിരിച്ചും വർത്താനം പറയാൻ അവർക്ക് സഹിക്കത്തില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തില് ആൺമക്കൾ അങ്ങോട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചില അമ്മായിമാർ, എല്ലാ അമ്മായിമാരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, അങ്ങോട്ട് അവരോട് പിന്നെ ശത്രുതയായിട്ടാണ് പെരുമാറുന്നത്. എന്നിട്ടിപ്പതേ കണ്ടില്ലേ, ഇപ്പൊ ഇത് എല്ലാം ഒരു രീതിയാണ്. ഇപ്പൊ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ തന്നെ ഇപ്പൊ പേടി എല്ലാവർക്കും. കാരണം ചെന്ന് കയറുന്നത് എങ്ങനെയാ, എങ്ങനത്തെ വീടാണോ, അവിടെ ഉള്ള ആൾക്കാർ എങ്ങനത്തെയാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓ, ഞാൻ എന്തെങ്കിലും ഇവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാലേ ശരിയാ, നമ്മളൊക്കെ എന്തെങ്കിലും ആവണ്ട് ഞാൻ എന്തെങ്കിലും പറയുന്നതേ ഉള്ളൂ. എൻ്റെ പൊന്നെ, കേട്ടിട്ട് തന്നെ പേടിയാവും. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം. നീ മനസ്സിൽ വെച്ച് പെരുമാറുന്നല്ലെന്ന് എനിക്കറിയാം. എന്തായാലും നീ നിന്റെ മരുമോളടുത്തൊക്കെ പെരുമാറുന്നത് ഇച്ചിരി കടുംപിടുത്തമാണ്. കാരണം ഏത് സമയത്താണ് പെൺപിള്ളാർ മനസ്സല്ലേ, ചിലപ്പോൾ സഖി ഇടുമ്പോൾ എന്തെങ്കിലും ചെയ്ത് പൊന്നുമോളെ നീ തൂങ്ങും. ഭാഗ്യത്തിന് ആ പെണ്ണ് നിന്നെ ഒന്നും പറയാൻ വരാത്തൊരു പെണ്ണ. നീ എന്ത് പറഞ്ഞാലും പൂച്ചയെ പോലെ പോന്നാ കാണാം. പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. പണ്ട് നിന്റെ അമ്മായിമ്മ നിന്നോട് കാണിച്ചെന്ന് പറഞ്ഞ് നീ ഈ പെണ്ണിനോട് കാണിച്ചിട്ട് എന്താ ഫലം? അവര് പോയി മരിച്ചു പോയി, എല്ലാം കഴിഞ്ഞ്. നീ ഇപ്പോൾ ഒരു അമ്മായിമ്മയാണ്. നീ നിന്റെ മരുമോടത്ത് കാണിച്ചാൽ എനിക്ക് നിന്റെ അമ്മായിമ്മ ചെയ്തതിന് പകരമാവോ? എന്തിനാത്? ആ പെണ്ണ് ഒരു പാവം പിടിച്ചൊരു പെണ്ണ. നീ എന്ത് പറഞ്ഞാലും ആ പെണ്ണ് എന്തെങ്കിലും എതിര് പറയാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. സുഖമല്ലേ നിനക്ക്? നീ ഇരിക്കുന്നിടത്ത് ആ പെണ്ണെല്ലാം കൊണ്ടുതരും. നിനക്കൊരു വയ്യാഴിക വന്നാൽ പോലും ആ പെണ്ണാ നോക്കുന്നത്, നിന്റെ മോളോ ആരുമല്ല നോക്കുന്നത്. നീ അത് മനസ്സിലാക്കണം. ഞാൻ അവിടെ നിന്നപ്പോ ഇങ്ങനെ ആലോചിച്ചു നിന്റെ കാര്യം. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, നീ ആവശ്യമില്ലാത്ത എന്തായാലും നിനക്ക് നല്ലൊരു മരുമോളായി കിട്ടിയത്. അവൾ ഒന്നിനും നിന്റെ അടുത്ത് വരുന്നില്ല. അപ്പൊ അതുപോലെ അവിടുത്തെ തിരിച്ച് കാണിച്ചാൽ മതി. നീ വെറുതെ എന്തിനാ വീട്ടിലെ സമാധാനം സന്തോഷമായിട്ട് അങ്ങ് പൊക്കൂടെ? വെറുതെ വഴക്കും നാശവും ഒക്കെ ആക്കുന്നതും. ഞാൻ ഇതും കൂടെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാ, അവളെ തിരക്കിയത്. ഞാൻ ഓർത്താൻ എനിക്കുള്ള പെൺപിള്ളാരെ മനസ്സാ. ഈ പണ്ടത്തെ പെൺപിള്ളാരെ പോലെ ഒന്നും അല്ല. ഇപ്പോഴത്തെ എല്ലാത്തിനും ധൈര്യം ഇപ്പോഴത്തെ പെൺപിള്ളാർക്ക്. പറഞ്ഞിരുന്നും വേണ്ട കേട്ടാ, ഞാൻ പറഞ്ഞേക്കാം.